കല്യാണം എന്ന് വരുമ്പം ചിലരുടെ ജാതകത്തിൽ കല്യാണം നിൽക്കത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 7 വർഷം ആകുമ്പം ഈ കല്യാണം അങ്ങ് പൊട്ടിപ്പോകും. ചിലർക്ക് രണ്ടാമത് വേറെ ഒരു കല്യാണം നടക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് 2 കല്യാണം വന്നത്? ഇങ്ങനെ ജ്യോതിഷത്തിനകത്ത് ചെന്ന് നോക്കിയാൽ അവർക്ക് ഈ പൂർവജന്മം എന്ന ഒരു ജന്മമുണ്ട്. ഈ പൂർവജന്മത്തിൽ കല്യാണം കഴിക്കാതെ പ്രേമിച്ചിട്ട് വിട്ടവരുണ്ട്. അപ്പോൾ അത് ഈ ജന്മത്തിൽ അവർ ചേരും. പക്ഷേ ജ്യോതിഷ ശാസ്ത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തിൽ ഒരു ജന്മം, ആ ജന്മത്തിൽ ഒരു ബാലൻസ് ചിലർക്കുണ്ട്. ആ ബാലൻസ് ഈ ജന്മത്തിൽ നമ്മൾ ജീവിച്ച് അങ്ങ് കഴിക്കണം. ഒന്ന്, എന്നിട്ട് ഈ ജന്മത്തിലും നമുക്ക് ഒരു ജീവിതമുണ്ട്. അപ്പൊ ഈ ജീവിതവും നമുക്ക് ഏറ്റെടുക്കണം. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് കല്യാണം 2ആയി മാറും. അത് എങ്ങനെ ഇതറിയാം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് 4 രാശിക്കാരുണ്ട്. ഒന്ന് ഇടവരാശി, ഒന്ന് ചിങ്ങരാശി, മറ്റൊന്ന് വൃശ്ചിക രാശി, എന്നിട്ട് ഇനിയൊന്ന് കുംഭരാശി. ഈ രാശിക്കാർ 4 പേർക്കും കഴിഞ്ഞ ജന്മത്തിലുള്ള ബാലൻസ് ഉള്ളവരാണ്. ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്, ഈ 4 രാശിയിലും ശുക്രൻ ഇരിക്കുവാണെങ്കിൽ കല്യാണത്തിനെ കുറിച്ചുള്ള ബാലൻസ് ഉണ്ട്. എന്നിട്ട് ചൊവ്വ ഇരിക്കുവാണെങ്കിലും ഈ കല്യാണത്തെക്കുറിച്ചുള്ള ബാലൻസ് ഉണ്ട്. അപ്പം ഇത് 2 മനസ്സിലാക്കാം. ഇത് മാത്രം പോരാ, ഇനിയും ഗ്രഹങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ 86 പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.